ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഡോളറിനെതിരെയുള്ള നീക്കങ്ങൾ അവസാനിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. തങ്ങളുടെ നാണയത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളെ ചെറുക്കാനായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി 100% വരെ വർദ്ധിപ്പിക്കും എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. എന്നാൽ ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കു മാത്രമാണ് നികുതി വർദ്ധിപ്പിച്ചത്. കാനഡയുടെയും മെക്സിക്കോയുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിച്ചു എങ്കിലും ഈ ആനുകൂല്യം ചൈനയ്ക്കു നൽകിയില്ല. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും സ്വമേധയാ ഡോളർ വിരുദ്ധ നീക്കങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഡോളറിനെതിരെ ഒരു നീക്കവും നടത്തില്ല എന്ന് ഇന്ത്യ പരസ്യമായി പ്രഖ്യാപിച്ചു. ഡോളറിൽ ഭീമൻ നിക്ഷേപം നടത്തിയാണ് സൗദി അറേബ്യ പ്രതികരിച്ചത്. എന്നാൽ പുതിയ ഒരു അന്താരാഷ്ട്ര നാണയം എന്ന ആശയവുമായി മുൻപോട്ടു പോകുമെന്നും ഇക്കാര്യം ബ്രസീലിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് രൂപീകരിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഭരണത്തിൻ്റെ കാര്യശേഷി വർദ്ധിപ്പിക്കുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറയ്ക്കുക തുടങ്ങിയവയാണ് ഈ വകുപ്പിൻ്റെ പ്രധാന ചുമതലകൾ. ശതകോടീശ്വരനായ എലൻ മസ്കിനെയാണ് ട്രംപ് ഈ വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയെപ്പോലെയുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി നേരത്തെ അമേരിക്ക സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നായിരുന്നു എലൻ മസ്കിൻ്റെ കണ്ടെത്തൽ. ഇദ്ദേഹം നൽകിയ ശുപാർശ അനുസരിച്ചാണ് ഈ സഹായം തുടരേണ്ടതില്ല എന്ന് ട്രംപ് തീരുമാനിച്ചത്. എന്നാൽ ഇത് ഇന്ത്യയിൽ വലിയ വിവാദമായി. തങ്ങൾ വാങ്ങിയില്ല എന്നാണ് മോദി സർക്കാർ ആദ്യം പ്രതികരിച്ചത്. എന്നാൽ എൻ്റെ സുഹൃത്ത് മോദിക്കാണ് സാമ്പത്തിക സഹായം നൽകിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം കഴിഞ്ഞ ആഴ്ചയിൽ 3 വർഷം പൂർത്തിയാക്കി. നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് 2022 ഫെബ്രുവരിയിൽ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത്. ഉക്രൈനെ എളുപ്പത്തിൽ റഷ്യ പരാജയപ്പെടുത്തും എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. തുടക്കത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഉക്രൈനും നാറ്റോയും ചേർന്നുണ്ടാക്കിയ പ്രതിരോധം ഭേദിച്ച് മുന്നേറാൻ റഷ്യയ്ക്കു കഴിഞ്ഞില്ല. 2025 ജനുവരിയിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തതിനെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചത്. റഷ്യയും അമേരിക്കയും നേരിട്ടുള്ള ചർച്ചകളാണ് ഇതുവരെ നടന്നത്. ഉക്രൈനും നാറ്റോയ്ക്കും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല. ഉക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകുന്നത് അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നിന്നും റഷ്യ ഒട്ടും തന്നെ പിന്നോട്ടു പോയിട്ടില്ല. ഇക്കാര്യത്തിൽ ട്രംപ് റഷ്യൻ പ്രസിഡന്റിന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അധികാരങ്ങൾ നഷ്ടപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് നിയമ പോരാട്ടത്തിലൂടെ അവ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്
റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിസംബർ 3 പട്ടാള നിയമം പ്രഖ്യാപിച്ചു എന്നാണ് പ്രസിഡന്റിന്റെ പേരിലുള്ള പ്രധാന കേസ്. വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് ജനാധിപത്യ സംവിധാനം തകർക്കാൻ ശ്രമിച്ചവരെ അടിച്ചമർത്താനാണ് പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് എന്നാണ് പ്രസിഡന്റ് യൂൺ സുഖിയോൾ കോടതിയിൽ മൊഴി നൽകിയത്. ഇതിന് ഭരണഘടനയുടെ അനുമതിയുണ്ട് എന്നും അദ്ദേഹം വാദിച്ചു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ നടക്കുന്നതടക്കം പൂർണ്ണമായും നിരോധിക്കാനും പ്രതിപക്ഷത്തുള്ളവരെ കസ്റ്റഡിയിലെടുക്കാനും ഇദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അറസ്റ്റിന് വഴങ്ങാതിരുന്നതിൻ്റെ പേരിലും ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. ഒരു പ്രസിഡന്റിനെതിരെ ദക്ഷിണ കൊറിയ സ്വീകരിക്കുന്ന നിയമ നടപടികൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും നല്ലൊരു മാതൃകയാണ്. തോക്കു ഘടിപ്പിച്ച വാഹനങ്ങൾ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് അയച്ചു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഇസ്രായേലിനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്ക് അഥവാ പടിഞ്ഞാറേക്കര എന്നാണ് അറിയപ്പെടുന്നത്. 1967 മുതൽ ഈ പ്രദേശം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് പടിഞ്ഞാറേക്കര. ജനസംഖ്യയിൽ ഭൂരിപക്ഷവും പാലസ്തീനികളാണ്. എന്നാൽ ഇതിനെ യഹൂദന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാക്കി മാറ്റിയെടുക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ ജൂത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും പാലസ്തീനികളെ പലതരത്തിലും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്ന് നിരന്തരം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ഇവിടെ ഒളിച്ചു പാർക്കുന്ന ഭീകരന്മാർക്ക് നേരെയാണ് ആക്രമണം എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഗാസ ഭീകരന്മാർ താവളമാക്കിയതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഭീകരന്മാർ വളരാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. പാലസ്തീനികളെ പുറത്താക്കി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ ഫോൺ സംഭാഷണം വലിയ വാർത്താ പ്രാധാന്യം നേടി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റിയാദിൽ വെച്ച് നടത്തിയ ചർച്ചകളിൽ അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഈ ചർച്ചകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എന്ന് പലരും വിമർശിച്ചു. ജിയോ പൊളിറ്റിക്കലായും സാമ്പത്തികമായും റഷ്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കും എന്നാണ് ചർച്ചകൾക്ക് ശേഷം അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നായിരുന്നു ചൈനയുടെ ഉത്കണ്ഠ. പുടിനുമായി നേരിട്ടു സംസാരിച്ചതിന് ശേഷം ഒരു കക്ഷികൾക്കും ചൈനയെ റഷ്യയിൽ നിന്ന് അകറ്റാൻ കഴിയില്ല എന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രതികരിച്ചത്. റഷ്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഇദ്ദേഹം പ്രഖ്യാപിച്ചു. ഉക്രൈന് നൽകുന്ന സഹായങ്ങൾ തുടരാൻ കഴിയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഈ തീരുമാനം വഴിയൊരുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഉക്രൈനിനെയും നാറ്റോയെയും ഒഴിവാക്കി അമേരിക്ക റഷ്യയുമായി നേരിട്ടു ചർച്ചകൾ ആരംഭിച്ചതിനെ ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസും ഇംഗ്ലണ്ടും എതിർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാറ്റോയുടെ സൈനിക പരിപാലനത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കണമെന്നും തങ്ങൾ നൽകിയ സഹായത്തിനു പകരമായി അപൂർവ ധാതുക്കളും ലോഹങ്ങളും കൊണ്ട് സമ്പന്നമായ ഉക്രൈൻ പ്രദേശം
തങ്ങൾക്കു കൈമാറണമെന്നും ട്രംപ് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ വിജയിക്കില്ല എന്ന് പലരും ഭയപ്പെട്ടിരുന്നു. ഭൂമി കൈമാറണം എന്ന ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാനും കൂടുതൽ ചർച്ചകൾക്കുമായി തങ്ങളുടെ പ്രതിനിധിയെ വാഷിംഗ്ടണിലേക്ക് അയക്കാനും ഉക്രൈൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ജർമ്മനിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ 208 സീറ്റുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തി. 630 സീറ്റുകളുള്ള പാർലമെന്റിൽ ഈ കക്ഷിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല. 152 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് AFD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു തീവ്ര വലതുപക്ഷ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ ഈ പാർട്ടിക്കാണ്. ഇവർക്ക് വേണ്ടി എലൻ മസ്ക് ഇടപെടുന്നതിനെ പഴയ ചാൻസലർ ഒലാഫ് ഷോൾസ് വിമർശിച്ചിരുന്നു. തീവ്ര വലതുപക്ഷ നിലപാടുള്ള AFDയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ തയ്യാറാവില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രെഡറിക് മാസ് അടുത്ത ചാൻസലറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുമായി അകലം പാലിക്കാനും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കാനുമാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അപലപിച്ചുകൊണ്ട് തിങ്കളാഴ്ച ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച പ്രമേയം വലിയ ഭൂരിപക്ഷത്തോടെ പാസായി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു സമാനമായ ഒരു പ്രമേയത്തെ പിന്തുണച്ചതിൻ്റെ ഇരട്ടി രാജ്യങ്ങൾ തിങ്കളാഴ്ചത്തെ പ്രമേയത്തെ അനുകൂലിച്ചു. എന്നാൽ റഷ്യ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് അമേരിക്കയും ഈ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു. നേരത്തെ റഷ്യയെ അപലപിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ്. പ്രമേയത്തെ എതിർത്തവരെയും ഇന്ത്യയെപ്പോലെ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നവരെയും UN ചാർട്ടർ അംഗീകരിക്കാത്തവർ എന്നാണ് അന്ന് അമേരിക്കയുടെ പ്രതിനിധി വിശേഷിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വിദേശ നയത്തിൽ വരുത്തിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയിലെ നിലപാട് മാറ്റം. യുദ്ധത്തിൻ്റെ പേരിൽ റഷ്യയെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ഇത്തരത്തിൽ ഒരു മാറ്റം യൂറോപ്യൻ യൂണിയൻ, നാറ്റോ, ഉക്രൈൻ തുടങ്ങിയവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വർഷം ജനുവരി 19-നാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ നിലവിൽ വന്നത്. 42 ദിവസം പൂർത്തിയാകുന്ന മാർച്ച് 1-ാം തീയതി ഈ കരാറിൻ്റെ 1-ാം ഘട്ടം അവസാനിക്കുമെന്നാണ് ഇരു കൂട്ടരും സമ്മതിച്ചിരുന്നത്. ഫെബ്രുവരിയിൽ 2-ാം ഘട്ടത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനിച്ചിരുന്നു. ഇതുവരെ ഒരു ചർച്ചകളും തുടങ്ങിയിട്ടില്ല. തുടക്കം മുതൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതായി ഇരു കൂട്ടരും പരസ്പരം ആരോപിച്ചിരുന്നു. വെടിനിർത്തൽ രേഖയിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് രാജിവെച്ചു. യുദ്ധം വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയിലെ ഒരു മന്ത്രി പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്ന് തന്നെ സന്ദർശിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ സമയം നീട്ടിക്കിട്ടാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. വെടിനിർത്തൽ നടപ്പിലാക്കാൻ ഇസ്രായേലിനോ ട്രംപ് ഭരണകൂടത്തിനോ തീരെ താല്പര്യമില്ല എന്നാണ് പലരും ആരോപിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.